തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ മുഖ്യന്റെ എല്ലാ പൊള്ളത്തരങ്ങളും മറനീക്കി പുറത്തു വരികയാണ്. അതുവരെ മൂടിവെച്ചതൊക്കെയും ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ ഇരട്ടച്ചങ്കനും കപ്പിത്താനുമൊക്കെയായ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തും CPM എന്ന പാർട്ടിക്കകത്തും LDF എന്ന മുന്നണിക്കുള്ളിലും ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇതോടെ കാണാനാവുന്നത്. അതിനിടയിലേക്ക് സുപ്രീം കോടതി കൂടി കടന്നു വരുമ്പോൾ തന്റെ കാലിനടിയിലെ മണ്ണ് ഇതാ ഒലിച്ചു പോകുന്നുവെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ സുപ്രീം കോടതിയിൽ പതറുമ്പോൾ ആരുടെ കാല് വേണമെങ്കിലും പിടിക്കുകയാണ്. കേരളത്തിലെ സർവകലാശാലകളിൽ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് നാഥനില്ലാ കളരിയാണ് കാണാനാവുന്നത്. അന്നൊക്കെ സർക്കാർ പറഞ്ഞത് RSS അജണ്ട നടപ്പിലാക്കാൻ ഗവർണറെ സമ്മതിക്കില്ല എന്നാണ്. SFIയുടെ കുട്ടിപ്പട്ടാളത്തെ അതിനായി തെരുവിലിറക്കി സമരം ചെയ്യിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ അതൊക്കെ ഈ മുഖ്യമന്ത്രിയും കൂട്ടരും മനഃപൂർവ്വം മറന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പുറത്തു വന്നതിന്റെ തൊട്ടു പിറ്റേന്ന് തന്നെ ഗവർണറെ പോയി കാണുകയും ഗവർണർ പറഞ്ഞത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു കുഞ്ഞാടായി മാറുകയും ചെയ്യുമ്പോഴാണ് മുഖ്യന്റെ കള്ളത്തരങ്ങൾ മറനീക്കി പുറത്തു വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സിസ തോമസിനെ കേരള ശാസ്ത്ര സാങ്കേതിക സർവകലാശാല VC-യായും സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC-യായും നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയിരുന്നത്. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കിടെയായിരുന്നു വിഷയത്തിൽ സമവായം ഉണ്ടായത്. നേരത്തെ സിസ തോമസിനെ VC-യായി നിയമിക്കണമെന്ന ഗവർണറുടെ പിടിവാശിക്ക് സർക്കാർ വഴങ്ങിയിരുന്നില്ല. സജി ഗോപിനാഥിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്താലും സിസ തോമസ് വിഷയത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. എന്നാൽ ഗവർണറുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് സിസ തോമസിനെ VC-യാക്കി ചാൻസലർ കൂടിയായ ഗവർണർ ഉത്തരവിറക്കിയത്. ഇതോടെ കളം മൊത്തം മുഖ്യനെതിരെയായി മാറി. തിരുവായ്ക്ക് എതിർവായില്ലെന്ന് കരുതിയിരുന്ന CPM-ൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി മുഖ്യമന്ത്രി എത്തിയ രഹസ്യ സമവായം പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമായി. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിലാക്കി നേതാക്കൾ പേടിയില്ലാതെ ആഞ്ഞടിക്കുന്നതാണ് കാണാനായത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ സാധാരണയായി മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുന്ന പതിവില്ല. എന്നാൽ ഇത്തവണ ചിത്രമാകെ മാറി. VC നിയമനത്തിൽ ഗവർണറുമായി കൈകോർക്കാനുള്ള പിണറായിയുടെ തീരുമാനത്തെ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ പോലും അനുകൂലിച്ചില്ല എന്നത് പാർട്ടിക്കുള്ളിലെ മാറിയ കാറ്റിന്റെ സൂചനയാണ്. എല്ലാം മുഖ്യമന്ത്രി ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു എന്ന കടുത്ത ആക്ഷേപമാണ് നേതാക്കൾ ഉന്നയിച്ചത്. എന്തായാലും സ്വന്തം നിലയ്ക്ക് സുപ്രീം കോടതി VC നിയമനത്തിൽ നിന്നും തീരുമാനമെടുക്കുന്നതിന് പിണറായി ഒന്ന് വെട്ടാൻ നോക്കിയതാണ്. പക്ഷേ അതിപ്പോ മുഖ്യന് തന്നെ വലിയ തിരിച്ചടിയായി.